ഹലോ. അപ്പോൾ നാളെയാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയ ഫോട്ടോഷൂട്ട് ഉണ്ട്. പെട്ടെന്ന് റെഡി, ടൈമില്ല, ലേറ്റായി പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കണോ ഇവർക്ക് ഈ ലേറ്റായ കഥയല്ലാതെ വേറൊന്നും പറയാനില്ലേ? അതെ ഗൈസ്, എനിക്ക് ലേറ്റായ കഥ മാത്രമേ പറയുള്ളൂ. കുറച്ച് ഹെവി മേക്കപ്പ് ആയതുകൊണ്ട് നമ്മുടെ ഈ മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം. മൊത്തത്തിൽ എനിക്കൊരു ഗ്ലോ വേണം. ബാക്കി ഞാൻ പറയാം ഗൈസ്, കാരണം ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ടാണ്. നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ ചെവി പൊട്ടിപ്പോവും. അങ്ങനെ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ വന്നിട്ട് സീക്ക സൺസ്ക്രീനാണ്. നമ്മളൊരു കുന്നിൻ്റെ മുകളിൽ പോയിട്ടാണ് ഫോട്ടോഷൂട്ട് നടത്തുന്നത്. അപ്പോൾ നന്നായിട്ട് സൺസ്ക്രീനൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കൺസീലർ, ഞാൻ കൺസീലർ യൂസ് ചെയ്തിട്ട് 2 ഷെയ്ഡുകൾ തമ്മിൽ യൂസ് ചെയ്തിട്ടാണ് കൺസീലർ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഫൗണ്ടേഷനും ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രൈമർ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ണിൻ്റെ മുകളിൽ ഞാൻ കൺസീലർ ഇടാൻ വിട്ടുപോയി. ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കൺസീലർ വീണ്ടും കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മളെ ബ്ലഷ് നമുക്ക് വിട്ട് കളയാൻ പറ്റില്ലല്ലോ. ബ്ലഷ് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഹൈലൈറ്റർ നിങ്ങൾ ഇതിന് മുമ്പ് എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. നല്ല ഹൈലൈറ്ററാണ്, നമ്മളെ സ്കിൻ ടോണിനൊക്കെ സെറ്റായി പോകുന്ന ഒരു അടിപൊളി ഹൈലൈറ്ററാണ്. പിന്നെ ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലിപ്പ് ലൈൻ ഞാൻ പൊതുവേ ചെയ്യാറില്ല, കാരണം ഞാൻ ഡാർക്ക് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ് അധികം യൂസ് ചെയ്യാറ്. അപ്പോൾ പക്ഷേ ഞാനിപ്പോൾ ലിപ്പൊക്കെ നന്നായിട്ട് ലൈൻ ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്ലഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഐഷാഡോ ആക്കിയിട്ടുള്ളത്. കാരണം എൻ്റെ ഐഷാഡോ പാലറ്റ് മിസ്സിങ് ആണ് ഗൈസ്. പിന്നെ വന്നിട്ട് നമ്മൾ കണ്ണെഴുതി കൊടുത്തു. കണ്ണിൻ്റെ മുകളിൽ മാത്രം, എൻ്റെ കണ്ണ് കുറച്ച് കുഞ്ഞ് കണ്ണായതുകൊണ്ട് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലിപ്സ്റ്റിക്ക്. ഞാൻ NYBയുടെ 06 ആണ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ. ഇതിടുമ്പോൾ എനിക്ക് എൻ്റെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും പിന്നെ ഫോട്ടോസിലൊക്കെ നല്ല ഗുഡായിട്ട് ഇരിക്കാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ എൻ്റെ ഫേസ് ഒന്നും കൂടെ ഗ്ലോ വരാൻ വേണ്ടി ഞാൻ സ്റ്റോപ്പ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് NYBയുടെ. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അറിയാം, നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.